വെൽക്കം ബാക്ക് ടു ഡ്രീം ക്യാച്ചർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ഡെത്ത് ദ ലെവലർ. ഇത് എഴുതിയത് ജെയിംസ് ഷേർലിയാണ്. ഹീ വാസ് എ എലിസബത്തൻ പോയറ്റ്, അതായത് നമ്മുടെ ഷേക്സ്പിയറിൻ്റെയൊക്കെ പീരീഡിലുള്ളൊരു പോയറ്റാണ്. അവരുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് അവരെഴുതുന്ന പോയത്തിൽ ഒരു മീനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ മീനിങ് എന്തെന്ന് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. സോ പോയം വായിച്ചു തരാം. The glories of a blood and stain are shadows, not substantial thing. There is no armor against fate. Death lies its icy hands on king. Sceptre and crown must tumble down, and in the dust be equal made with the poor crook, scythe and spade. അതായത് നമ്മൾ ഈ പാരമ്പര്യമായി കിട്ടിയ പാരമ്പര്യവും നമ്മുടെ സ്റ്റാറ്റസും ഒക്കെ കൊണ്ട് നമുക്കൊരു പ്രതാപമുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം വെറും നിഴലുകളാണ്, ഒരിക്കലും നിലനിൽക്കുന്നവയല്ല. വിധിക്കെതിരെ നമുക്കൊരു കവചം തീർക്കാൻ ഇതുവരെ കവചമില്ല. ഡെത്ത് അതിൻ്റെ ഐസി ഹാൻഡ്സ് ഓൺ കിങ്. ഐസി ഹാൻഡ്സ് എന്ന് പറയുന്നത് അതൊരു പോയറ്റിക് ഡിവൈസാണ്. എന്ത് ദെൻ സ്കെപ്ചർ ആൻഡ് ക്രൗൺ, ചെങ്കോലും കിരീടവും, മസ്റ്റ് ടംബിൾ ഡൗൺ, അതെല്ലാം നിലംപതിക്കും. അപ്പം സ്കെപ്ചർ ആൻഡ് ക്രൗൺ എന്ന് പറയുന്നത് സിംബോളിക്കലി അത് കിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് പുവർ ക്രൂക്സ് സ്കൈത്ത് ആൻഡ് സ്പീഡ്, അതായത് ഈ തൂമ്പയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കർഷകരുടെ ടൂൾസം, ഈ അരിവാള്, എല്ലാം ആര് മരിച്ചാലും കിങ് ആണെങ്കിലും പുവർ ഫാമേഴ്സ് ആണെങ്കിൽ ആര് മരിച്ചാലും ഈക്വൽ ആയിരിക്കും. സം മെൻ വിത്ത് സ്വേർഡ് മേ റീപ് ദ ഫീൽഡ് ആൻഡ് പ്ലാൻ ഫ്രഷ് ലോറൽ വേർ ദേ കിൽ. ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. ശരിക്കും സ്വേർഡ് എന്ന് പറയുന്നത് എന്താണ്? അരിവാള്. നമുക്കൊരിക്കലും ഈ പറയുന്ന ഫീൽഡിൽ അരി എന്നിട്ട് നെല്ലൊക്കെ ഉള്ള ഫീൽഡിൽ നമുക്കങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അരിവാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവരുദ്ദേശിക്കുന്നത് വെറും ഫീൽഡല്ല, ബാറ്റിൽ ഫീൽഡാണ്. ബാറ്റിൽ ഫീൽഡ്. ദെൻ സം പ്ലാൻ ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ, ബട്ട് their strong nerves at last must yield. They tame but not another still, early or late. They stoop to fate and must give up their murmuring breath when they pale captivities creep to death. എന്ന് വെച്ചാൽ ഈ ഉരുക്കുകൊണ്ട് ഉണ്ടാക്കിയ ആളുകളാണ് ഉരുക്കുകൊണ്ടുണ്ടാക്കിയ ആളുകളെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ അവരെ പോലും ഇതിന് കീഴടക്കാൻ വേണ്ടി പറ്റും. മർമറിങ് ബ്രീത്ത് എന്ന് പറയുന്നത് ഇവരുടെ പിറുപിറുക്കൽ. അപ്പം ഈ ആരാണെങ്കിലും നമ്മൾ എല്ലാവരെയും മെരുക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഏർലി ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതേ അതൊരു ഓക്സിബറോൺ ആണ്, വിരോധാപേക്ഷ. എന്താ വെച്ചാൽ ഒരു എക്സ്ട്രീം ബ്യൂട്ടി. രണ്ടെണ്ണവും ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർഡ്സ് അല്ലേ, അതാണ്. പെയിൽ ക്യാപ്റ്റീവ് എന്ന് വെച്ചാൽ തണുത്തുറഞ്ഞെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഡെത്ത് അല്ലേ? തണുത്തുറയുന്നത് എപ്പോഴാണ്? നമ്മുടെ ചൂട് പോകുന്നത് ഡെത്ത് നമുക്ക് സംഭവിക്കുമ്പോഴാണ്. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ, ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ് അപ്പോൺ ഡെത്ത്സ് പേർപ്പിൾ അൽത്താർ നൗ. ഓക്കെ, അപ്പം ഈ നമ്മളാണെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വലുതായിട്ടൊക്കെ ആളുകളോട് പറയും, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തന്നെ പുകഴ്ത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ബോസ്റ്റ്. ഇനി അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ ഇന്ന് നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ ഡീഡ്സിനെ കുറിച്ച് അങ്ങനെ പറയണ്ട. ഈ വിക്ടിം എന്ന് പറയുന്നത് എവിടാ? വിക്ടിം എന്ന് പറയുന്നത് ഓക്സിമറോണാണ്. ഈ ദെൻ ഓക്കെ, പേർപ്പിൾ എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടൊരു കളറാണ്. ഓക്കെ, വിക്ടിം ബ്ലീഡ്സ്. ഈ അൽത്താർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ രക്തത്തെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, യുവർ ഹെഡ്സ് കം
must come to the cold tomb. Only the action of the just smell sweet and blossom at their dust. Okay. ലാസ്റ്റ് 2 സെൻറ്റൻസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് അപ്രീസിയേഷനായിട്ട് ചോദിക്കും. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം മരണത്തിന് ശേഷവും നമ്മൾ ഓർത്തിരിക്കും ആ ഒരു പേരിൽ. പിന്നെ ഈ ബെറൽ അല്ലെ ബ്യൂറൽ എന്ന് പറയുന്നത് ഗ്രീക്കിലുള്ളൊരു ചെടിയാണ്. ആരാണോ ജയിക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു ചെടി. ഇനി വിക്ടർ എന്ന് പറയുന്നത് വിജയം നേടിയ ആൾ. വിക്ടിം എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തി. ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും എല്ലാവരും ഡെത്തിൻ്റെ മുന്നിൽ ഈക്വലാണ്. അപ്പം ഈ ചാപ്റ്റർ ഒന്ന് ഓർക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഗ്ലോറി ഓഫ് ഡീഡ്സ്, അതാണ് ഇതിൻ്റെ തീം. ദെൻ ഡെത്ത് ഈസ് ആൻ ഈക്വലൈസർ. കിങ് ആണെങ്കിലും ഫാമർ ആണെങ്കിലും എല്ലാം സെയിം ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു കാര്യത്തിനെ നമ്മൾ ഇന്നാനിമേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കമ്പയർ അല്ല അതിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ സി ഹാൻഡ്സ്, അത് ഡെത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന. സ്കൈത്ത് ആൻഡ് സ്പീഡ്, അത് ആരെയാണ്? കിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം കിങ് എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വസ്തുവിനെ ഒരു ജീവനില്ലാത്ത വസ്തുവായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി അലിറ്ററേഷൻ എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ നോക്കുക. ദ സ്മെൽ സ്വീറ്റ് രണ്ടും എസ് അല്ലേ? എസ് ആണ്. ഇനി വിക്ടിം, അവിടെ വീസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വിക്ടിമിനകത്ത് വി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് മറ്റൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഡെത്ത് പേർപ്പിൾ അൽത്താർ നൗ, ഒരു കാര്യത്തിന് മറ്റൊരു കാര്യം. സം മെൻ വിത്ത് സ്വേർഡ്സ് മേ റീപ് ദ ഫീൽഡ്. അപ്പോൾ ഈ പറയുന്ന ഫീൽഡ് എന്താണ്? ഈ സ്വേർഡ് എന്താണ്? ബാറ്റിൽ ഫീൽഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ബാറ്റിൽ ഫീൽഡിനെ നമ്മുടെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി സിമിലി എന്ന് പറയുന്നത് ലൈക്ക് ഉപയോഗിക്കും. ഇനി ഓക്സിമറോൺ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞ് വിരോധാഭാസങ്ങൾ, അതായത് ഇപ്പം സ്കെപ്ചറും ക്രൗണും. ഓക്കെ, നമുക്ക് സ്കെപ്ചറും ക്രൗണും മെറ്റോണമിയിൽ ഉപയോഗിക്കാം കേട്ടോ. സോറി. ദെൻ ഇനി ഓക്സിമോറോണ് എന്താണ്? 2 എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. വിക്ടർ വിക്ടിമിനെ നമുക്ക് അലിട്രേഷനായിട്ട് ഉപയോഗിക്കാം, ഓക്സിമറോണായിട്ട് ഉപയോഗിക്കാം. ഇനി അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും. ലാസ്റ്റ് ലൈൻ 2 ലൈന്. ദെൻ റൈം സ്കീം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എ ബി സി സി ഡി ഡി, എ ബി സി സി ഡി ഡി. സോ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ പറയാം. വൈ ഡെത്ത് ഇസ് കോൾഡ് എ ലെവലർ? ബിക്കോസ് ദർ ഇസ് നോ distinction between people. Then because death show no distinction and carry one alike, reducing all to dust. He is an equalizer and he levels everyone to one size. ഓക്കെ, അപ്പം നോ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നൊരു വാക്ക് ഇവിടെ വേണം, പിന്നെ ഇക്വലൈസറും വാക്ക് വേണം. ദെൻ ഇലാബറേറ്റ് an idea of the following. Only the action of the just smell sweet and blossom in the dust. അതായത് all people have to die, എല്ലാവരും മരിക്കണം. King and counts, scholars and illiterate, rich and poor will all die, okay, and become a dust. But the action of the good people will be remembered as they continue to wrap the aroma even from the dust. Okay, അപ്പം എഴുതാനുള്ളത് only the action of the just smell sweet and blossom in the dust എന്ന് പറയുമ്പോൾ എല്ലാവരും മരിക്കും. പിന്നെ കുറച്ച് ആളുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി കമ്പാരിസണായിട്ട് കിങ് ആൻഡ് ക്യൂന്, മീൻസ് കിങ് ആൻഡ് ക്ലൗൺസ്, ഇല്ലിട്രേറ്റിനെ കുറിച്ചും റിച്ചും പൂവറും അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഗുഡ് ഡീഡ്സ് മാത്രമേ എപ്പോഴും ഓർത്തിരിക്കത്തുള്ളൂ. ഓക്കെ, ഗുഡ് ഡീഡ്സ്. നെക്സ്റ്റ്, the glories of a blood and state are shadows, not substantial things.
there is no armor against fate. അതായത് ഫസ്റ്റ് പാരഗ്രാഫിനകത്തുള്ള ഫസ്റ്റ് 3 ലൈനാണ് കൊടുത്തേക്കുന്നത്. ഇതൊന്നും നിലനിൽക്കുന്നവയല്ല. പിന്നെ വിധിക്കെതിരെ ഒരു പടച്ചട്ടയുമില്ല. ആൻസർ ദ ഗ്ലോറി. സോ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ഒരു രീതിയിലും വി കനോട്ട് എസ്കേപ്പ് ഫ്രം ഡെത്ത്. ഇപ്പം നോ എസ്കേപ്പ്. പിന്നെ എന്താണ് കൊടുത്തേക്കുന്നത്? നോ, ഇവർ സബ്സ്റ്റാൻഷ്യൽ അല്ല എന്ന് പറയണം. ഓക്കെ. വെദർ അടുത്ത ക്വസ്റ്റ്യൻ, വെദർ വി ആർ ബോൺ ഹൈ ഓർ ലോ, വെദർ വി ആർ ബോൺ പവർഫുൾ. ഓക്കെ. നോ ഡെത്ത് വിൽ കം ടു അവർ, നോ ഷീൽഡ് ഓഫ് എനി കിങ് വിൽ പ്രൊട്ടക്ട് us ഫ്രം ഡെത്ത്. അതായത് മെൻ ആർ മോർട്ടൽ, ടൈം ആൻഡ് ഡിസാസ്റ്റർ ആർ പാർട്ട് ഓഫ് അല്ലെങ്കിൽ പാർസൽ ഓഫ് അവർ ലൈഫാണ്. വി ഹാവ് ടു തിങ്ക് ദ കോൺസിക്വൻസ് ഓഫ് അവർ ആക്ഷൻ ബിഫോർ ഡു സംതിങ്. ഓക്കെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ട്രയംഫും ഡിസാസ്റ്ററും പിന്നെ എല്ലാം ഈ പറയുന്ന വിജയമായാലും ഡിസാസ്റ്റർ ആയാലും ഒരു പാർസൽ പോലെ നമ്മുടെ ജീവിതത്തിലോട്ട് വരും. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മളിപ്പം പഠിക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കണം അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഭാവിയിലത്തേക്ക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അപ്രീസിയേഷൻ ഓഫ് ഡെത്ത്. ദെൻ വാട്ട് ഡു സ്കെപ്ചർ ആൻഡ് ക്രൗൺ ആൻഡ് സ്കൈത്ത് ആൻഡ് സ്പേഡ് സ്റ്റാൻഡ് ഫോർ ആൻഡ് വാട്ട് ഡു ദേ സിംബലൈസ്? അപ്പം സ്കെപ്ചർ ആൻഡ് ക്രൗൺ സ്റ്റാൻഡ് ഫോർ റോയൽ പൊസിഷൻ ആൻഡ് സ്കൈത്ത് ആൻഡ് സ്പേഡ് സ്റ്റാൻഡ്സ് ഫോർ കോമൺ പീപ്പിൾ. ഓൾറെഡി ഞാൻ പറഞ്ഞു. സ്കെപ്ചർ ആൻഡ് ക്രൗൺ സിംബലൈസസ് അതോറിറ്റി, പവർ ആൻഡ് വാനിറ്റി. Scythe and speed symbolizes ordinariness and loneliness. ഓക്കെ. അപ്പം എന്താണ് സിംബലൈസ് ചെയ്യുന്നതാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഓക്കെ. ഇവിടെ പോയറ്റിക് ഡിവൈസ് ഏതാണ്, ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു ഓക്സിമറോൺ പറഞ്ഞു. പിന്നെ why does the poet says there is no armor against fate? വിധിക്കെതിരെ ഒരു പടച്ചട്ട ഇല്ല. കാരണം എന്തോന്നാണ്? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ദ ബാറ്റിൽ വേജസ് എഗെയിൻസ്റ്റ് ഇസ് ടേക്കൻ ഈസ് എ ലോസിംഗ് ബാറ്റിൽ. വി കാൺ പ്രൊട്ടക്ട് ഓർ ഗാർഡ് അവർ സെൽസ് ഫ്രം ദ ഫേറ്റ്. വെൻ ഡെത്ത് കോൾസ് വൺ, ഈവൻ കിങ്സ് മസ്റ്റ് ഒബേ. ഓക്കെ. കിങ്സിന് പോലും ഒബേ ചെയ്യണം ആ ഒരു സാഹചര്യത്തിൽ. ദെൻ വാട്ട് ഡസ് സം മെൻ വിത്ത് സ്വേർഡ്സ് മേ റീപ് ദ ഫീൽഡ് പറഞ്ഞല്ലോ. ദെൻ വൈ ഡസ് ഡെത്ത് എ കോൾ ലെവലർ? അപ്പം നമ്മൾ ഡെത്ത് ലെവലറാണ് എന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളത് കമ്പാരിസണിന് വേണ്ടി പുവർ റിച്ച് അങ്ങനെ എല്ലാവരെയും. പിന്നെ ടൂൾസിനെ കുറിച്ച് എഴുതാം. പിന്നെ പറയണം ആരായാലും നിലം പതിക്കും. അപ്പോൾ ഇക്വലൈസറാണ് ഡെത്ത്, ഒരു ഇക്വലൈസറാണ്. ദെൻ ഓക്കെ ആണല്ലോ അത്. ഓൺലി ദ ആക്ഷൻ ഓഫ് ദ ജസ്റ്റ് മെൽ സ്വീറ്റ്സ് ആൻഡ് ബ്ലൂസം ഇൻ ദ ഡസ്റ്റ് അത് നമ്മൾ പറഞ്ഞു. ദെൻ എക്സാമിൻ ദ റൈം സ്കീം ഓഫ് ദ പോയം. വാട്ട് ഡസ് ഇറ്റ് പ്രൊഡ്യൂസസ്? ഇപ്പം എ ബി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ. ഇനി നമുക്ക് ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ഡെത്ത് ലേസ് ഐസി ഹാൻഡ്സ് ഓൺ കിങ്. അപ്പം ഐസി ഹാൻഡ്സ് എന്താണ്? പേഴ്സോണിഫിക്കേഷനാണ്. ഓക്കെ. ഇനി അപ്പം മെറ്റഫർ എന്ന് പറയുന്നത് ദ ഗ്ലോറീസ് ആർ ഷാഡോസ്. ദെൻ ആക്ഷൻസ് ആർ ജസ്റ്റ് സ്മെൽസ് സ്വീറ്റ്. ഇനി മെറ്റോണമി എന്ന് പറയുന്നത് സ്കൈത്ത് ആൻഡ് സ്പേഡ്. ഇത് ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓർഡിനറി പീപ്പിളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അപ്രീസിയേഷൻ എഴുതാനാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇൻട്രഡക്ടറി സ്പീച്ച് എഴുതണം. സ്പീച്ച് അല്ല, ഇൻട്രഡക്ഷൻ. James Shirley had done a very effective evaluation of human nature in the poem Death the Leveler. The idea he pointed out is that the death levels the high and low and there is no escape from death. അപ്പോൾ ഇവിടെ ജെയിംസ് ഷേർലി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് എഴുതണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വെരി എഫക്റ്റീവ് ഇവാലുവേഷൻ എന്ന് ആഡ് ചെയ്യുക. ഡെത്ത് ദ ലെവലർ ആണ് ചാപ്റ്ററിൻ്റെ പേര്. ഇനി ബ്രീഫ് സമ്മറി. അപ്പം ദ സമ്മറി ഓഫ് ദ പോയം ഇസ് ഗിവൺ ഇൻ ദ ബിഗിനിങ്. ഓക്കെ. ദെൻ ദ പോയം ഹാഡ് ബീൻ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ പെർഫെക്റ്റ് റൈമിംഗ് സ്കീം ആൻഡ് ഇറ്റ് കുഡ് ബി സ്മൂത്ത്ലി റിട്ടൺ ആൻഡ് ഹേർഡ്.
There are couplets in the poem and figure of speech such as personification, metonymy and oxymoron. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് ഇൻട്രഡക്ഷൻ എഴുതി, 2 ബ്രീഫ് സമ്മറി എഴുതി, പോയിറ്റിക് ഡിവൈസസ് എഴുതി. ഓക്കെ, പോയിറ്റിക് ഡിവൈസിനകത്ത് വരുന്നത് പേഴ്സോണിഫിക്കേഷനാണ്. പേഴ്സോണിഫിക്കേഷൻ്റെ കാര്യം പറയണം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഐ സി ഹാൻഡ്സിനെ കുറിച്ച് പറയാം. ഓക്സിമറോൺ നമുക്ക് എന്ത് പറയാം, വിക്ടർ വിക്ടിം. ഓക്കെ, the message of the poem is that death speak louder than words. അപ്പം ഇവിടുത്തെ തീം എന്താണെന്ന് എഴുതാം. ഓക്കെ, ഡെത്ത് ഈസ് എ ഇക്വലൈസർ എന്ന് പറയാം. Then your opinion, the poem is absolutely suitable for the modern era where we hate and kill our neighbors for a small benefit. We never bother that we will also die soon. The poet might give a reader a thought for a change from wherever they are to do some good deeds. ഓക്കെ, അപ്പം നമ്മൾ ഇൻട്രഡക്ഷൻ നന്നായിട്ട് എഴുതണം. പിന്നെ ഇതിൻ്റെ ബ്രീഫായിട്ട് സമ്മറി എഴുതണം. പിന്നെ പോയിറ്റിക് ഡിവൈസസ് നമുക്ക് അറിയാം. പിന്നെ റൈമിങ് സ്കീം. പിന്നെ എനിക്ക് എന്ത് മീൻസ് പോയിന്റ് എന്താ മെസ്സേജ് തന്നു. പിന്നെ എൻ്റെ ഒപ്പീനിയൻ. അപ്പം ഞാൻ ഇപ്പം തന്നെ കാണാൻ പഠിച്ചു നോക്കിയാൽ ദ പോയം ആക്ച്വലി എന്ത് എഴുതുന്നുണ്ട്, ഗീവ് എ ഗുഡ് ജസ്റ്റ് ഇതങ്ങ് പഠിച്ചു നോക്കിയത്. പോയം ഇസ് absolutely suitable for the modern era where we hate and kill our neighbors for small benefits. We never bother that we will also die soon. So the poet conveys a good message എന്നൊക്കെ പറഞ്ഞ് എഴുതാം. മെസ്സേജ് നമുക്ക് ഒപ്പീനിയൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് ചേർക്കാം. ഓക്കെ, സോ ഇതൊരു ഫ്യൂണറൽ സോങ് ആണ്. പിന്നെ ഇത് ഡെത്ത് ഒരു ഇക്വലൈസറാണ്, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ മെയിനായിട്ടും രാജാക്കന്മാരുടെ കുറിച്ചെല്ലാം എഴുതണം. പിന്നെ അടുത്ത പാരഗ്രാഫിൽ നല്ല ബലശാലികളെ കുറിച്ച് എഴുതണം. പിന്നെ ഇതിലൊന്നും കാര്യമൊന്നുമില്ല. അവസാനം മനുഷ്യൻ മരിക്കുക തന്നെ ചെയ്യും. അവനവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് തൻ്റെ പ്രവൃത്തികൾ നന്നായിട്ടിരുന്ന അത് മരണശേഷവും ഓർക്കപ്പെടും. ഓക്കെ, സോ താങ്ക് യു, അത്രയേ ഉള്ളൂ.